നമ്മൾ രക്ഷിക്കപ്പെട്ട സമയം തൊട്ട് എത്ര വർഷമൊന്നും കർത്താവിന് വിഷയമല്ല. ശരിക്കും രൂപാന്തരം വന്ന് സമർപ്പിച്ച ദിവസമാണ് യേശുവുമായിട്ട് ബന്ധം തുടങ്ങിയ ദിവസം. അല്ലാതെ ആരെങ്കിലും പറഞ്ഞ് രക്ഷിക്കപ്പെട്ട ദിവസവും ആയിരിക്കത്തില്ല. ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ശരിക്കും ഒരു ബന്ധമുണ്ട്. ആ ബന്ധമുണ്ടാകുന്ന ദിവസമാണ് ശരിക്കും ഞാനും എൻറ്റേർഡ് ഇൻ ടു എ റിലേഷൻഷിപ്പ് എന്നൊക്കെ ലോകം പറയുമല്ലോ. എന്ന് പറഞ്ഞാൽ യേശുവുമായിട്ടൊരു റിലേഷൻഷിപ്പ്, ഒരു ബന്ധമുണ്ടായ ആ ദിവസമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യ ദിവസം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബൈബിൾ പറയുന്നു, നമുക്കത് മനസ്സിലാക്കാം. അപ്പോൾ ആ ഭാഗ്യമേറിയ ദിവസം തൊട്ട് ഞാൻ യേശുവിനോട് നടക്കുമ്പോൾ ഇവിടെ 2-3 കാര്യങ്ങൾ അവിടെ എഴുതി. എന്ത് ദൈവത്തിന് ഇഷ്ടമുള്ളത് എന്തറിയണം, ഇഷ്ടമല്ലാത്തത് എന്ത് എന്ന് ഞാൻ അറിയണം. പിന്നെ വേറെ പാസ്റ്ററിനോടോ വേറെ ആരോടോ വേറെ കുടുംബത്തോടോ ഒന്നും തർക്കിക്കേണ്ട ആവശ്യമില്ല. എനിക്കറിയാം എൻ്റെ ഈ യാത്രയിൽ കർത്താവ് എന്നോട് വ്യക്തമാക്കി എൻ്റെ ജീവിതത്തിലെ ഒരു വിഷയം ദൈവത്തിനത് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? മാറ്റിയാലേ പറ്റും. എനിക്ക് അതിനുള്ള ബലമില്ല. കർത്താവേ ബലം തരണമേ. മനുഷ്യരെന്ത് പറയും? കൃപ തരണമേ. അപ്പോൾ കുറച്ച് മനുഷ്യരൊന്നും പറയുന്നില്ല. ഇനി പറഞ്ഞാലും അതെന്നെ ഏൽക്കുന്നില്ല. എന്നാൽ ഞാൻ ആ തീരുമാനത്തിൽ ഒന്നുകൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കുക. അങ്ങനെ നമ്മൾ വളരുന്നത്. നമുക്കൊരു ഭയമുണ്ട്, മനുഷ്യൻ എന്തു പറയും. നമുക്കൊരു ഭയമുണ്ട്, ഞാൻ ഒറ്റപ്പെടുമോ, ജോലി പോകുമോ, ഞാൻ സത്യത്തിന് വേണ്ടി നിന്നാൽ പ്രശ്നമാകുമോ, കുടുംബത്തിൽ പ്രശ്നമാകുമോ. നമ്മൾ സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോഴാണ് വിചാരിക്കുന്നതോ അത് കർത്താവ് ആ കേസൊക്കെ നന്നായിട്ട് അങ്ങ് ഹാൻഡിൽ ചെയ്യുന്നു. പിന്നെ ഞാനെന്ത് വൈ ഷുഡ് ഐ വെറി? ദൈവം എന്നെ സഹായിക്കുന്നു വളരുവാൻ. സ്വതന്ത്രം. അപ്പോൾ ദൈവത്തിന് പ്രസാദം ഇഷ്ടമല്ലാത്തത് തീരുമാനമെടുത്ത് ജീവിതത്തിൽ നിന്ന് അതിന് അയ്യോ ഞാൻ ആയിട്ടില്ല 5 വർഷം പ്ലാൻ 10 ഒന്നും വേണ്ട. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ദൈവകൃപയിൽ നിന്ന് മാറിപ്പോൾ. റിയലി അനേകരങ്ങനെ ദൈവം അവരോട് ഇടപെട്ടിട്ട് അവർ തീരുമാനമെടുക്കാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് തന്നെ മാറിപ്പോയി, ആ സന്തോഷത്തിൽ നിന്ന് മാറിപ്പോയി, അവസാനം ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് തന്നെ പോയി പോകുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ നാളുകളിലെ ശുശ്രൂഷയ്ക്ക്. നമ്മൾ അങ്ങനെ ആരും ആയിത്തീരല്ലേ. സ്തോത്രം. അത് കർത്താവ് ഇടപെട്ട് കഴിഞ്ഞാൽ ടേക്ക് ഡിസിഷൻ, തീരുമാനമെടുക്കുവാൻ നമ്മൾ വായിച്ചപ്പോൾ അതിൻ്റെ 10ഉം 11ഉം പറഞ്ഞ് ഇതാണ് വെളിച്ചത്തിൻ്റെ സ്വഭാവം. ഒരു ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികൾ. ഡോണ്ട് ഹാവ് ഫെലോഷിപ്പ് വിത്ത് ഇറ്റ്. നിഷ്ഫല പ്രവൃത്തി എന്ന് പറയുമ്പോൾ സ്വർഗരാജ്യത്തിന് പ്രയോജനമില്ലാത്ത ചുമ്മാതുള്ള ബ്ലാബ്ല, ചുമ്മാതുള്ള എന്തൊക്കെ സംസാരമായിക്കോട്ടെ, ചിന്തയായിക്കോട്ടെ, കുറേ നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ സ്വർഗരാജ്യത്തിന് പ്രയോജനമുണ്ടോ? നോ. യേശുവിന് അല്പമെങ്കിൽ പ്രയോജനമുണ്ടോ? ഞാൻ യേശുവിന് വേണ്ടി ചെയ്യേണ്ട ശുശ്രൂഷയ്ക്ക് അത് ഏതെങ്കിലും രീതിയിൽ എന്നെ ബെനിഫിറ്റ് ചെയ്യുമോ? അങ്ങനത്തെ പ്രവൃത്തിയിൽ നിന്ന് എന്ത് ചെയ്യണം? വാട്ട് എവർ അൺഫ്രൂട്ട്ഫുൾ വർക്ക്സ് ഓഫ് ഡാർക്ക്നെസ്, അതെന്നെ വെളിച്ചത്തിലേക്ക് സഹായിക്കുന്നില്ലെങ്കിൽ, അതിനെ യേശുവിനോട് അടുക്കുവാൻ, സ്വർഗത്തോട് അടുക്കുവാൻ സഹായിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പോലും അറിയാതെ അതെന്നെ ക്ഷീണിപ്പിക്കുന്നുണ്ട്.